നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അതീവ വോളറ്റിലായിരുന്നു. ഫെർട്ടിലൈസർ കമ്പനീസ്, ഐഡിയ, കുറച്ച് ഫിനാൻഷ്യൽ കമ്പനീസ് എല്ലാം തന്നെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ നിഫ്റ്റി 50-ലെ ഓൾമോസ്റ്റ് 45ഓളം കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ പ്രധാന കാരണം FIs ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. 2853 കോടി രൂപയ്ക്ക് അവർ സെല്ല് നടത്തി. അപ്പോൾ FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് അത് അത്ര എളുപ്പമായില്ല. അപ്പോൾ FIs ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് സെല്ലേഴ്സാണ്. ഈ സ്റ്റീൽ സെക്ടറിൽ ട്രംപിൻ്റെ താരിഫ് ഹൈക്കുകളൊക്കെ ആയിരുന്നു ഇന്ന് ഇംപ്ലിമെൻ്റ് ആവുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റിക്ക് ഇടയാക്കിയത്. എന്നാലോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവിലാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. US മാർക്കറ്റ് ഇന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം US വിക്സ് 5% ക്രാഷായി. നാസ്ഡാക്ക് ഏകദേശം ഒരു 156 പോയിൻറ്റിൻ്റെ ഒരു റാലിയും ഡോ ഏകദേശം ഒരു 214 പോയിൻ്റ് റാലിയും രേഖപ്പെടുത്തി. അതുമാത്രമല്ല അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ജപ്പാൻ, കൊറിയ, ചൈന പോലെയുള്ള മാർക്കറ്റുകളും പോസിറ്റീവായ രീതിയിലാണ് നിലകൊള്ളുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയും ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവായ രീതിയിലാണ്. 50 പോയിൻറ്റ് ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും പ്ലസ് ആണ് ഇപ്പോൾ നിൽക്കുന്ന നിഫ്റ്റി. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വിപ്രോ കമ്പനി ഇവർ എൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടൊരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. ആദിത്യ ബിർള ഫാഷൻ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് 6% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ആൽക്കം ലാബ് കമ്പനി ഇവരുടെയും പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 1.42% സ്റ്റേക്ക് സെല്ല് ചെയ്തു മാറുന്നു എന്നുള്ള ന്യൂസ്. സൈഡസ് ലൈഫ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് അഗ്നിസ് എന്ന് പറഞ്ഞൊരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ഇവരൊരു സെക്യൂരിറ്റി പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. സ്കോളസ് കമ്പനി പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ലീല ഗ്രൂപ്പ് ഹോട്ടലിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ് സ്കോളസ്. അപ്പോൾ അവർ ബോംബെയിൽ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. പുതിയ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. സർവോടെക് കമ്പനിക്ക് 33 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇതായിട്ടുള്ള ന്യൂസ്. NLC ഇന്ത്യ കമ്പനി രാജസ്ഥാൻ പവർ കോർപ്പറേഷനായിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാർ ഏർപ്പെട്ടു. നിസൻ ഫിൻ കമ്പനി ഇവർ ടോക്കണൈസേഷൻ ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു പുതിയ ഓർഡർ ലഭിച്ചു. റിലയൻസ് ഇൻഫ്ര കമ്പനി 10,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ടാണ് കമ്പനി എയിം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഈ ഇന്ത്യയും US തമ്മിലുള്ള ഈ വ്യാപാര ഉടമ്പടിയിൽ താരിഫിലൊന്നും തന്നെ ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഇന്നലെയായിരുന്നു US-ലെ ട്രേഡ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയായിട്ട് ഓൾമോസ്റ്റ് ഡീലാകുന്നുണ്ട് എന്നുള്ളത്. ട്രംപും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു ഗെയിമിൽ പ്രഷർ നമുക്കാണ്, ഇന്ത്യക്കാണുള്ളത്. കാരണം ഇന്ത്യക്കാണ് US ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം തന്നെ താരിഫുകളെല്ലാം തന്നെ കുറയ്ക്കേണ്ടത്. അത് വാഹനങ്ങളാവാം, മറ്റ് പ്രൊഡക്റ്റുകളാവാം, ഈവൻ വിദേശ മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ അത് ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള വലിയ ഒരു ചോദ്യചിഹ്നം. ഈ മറ്റുള്ള എല്ലാ ആളുകളുടെയും ഊഴം കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനായിട്ട് ഇവർ രമ്യതയിൽ എത്തിയിട്ടില്ല. ചൈനയിലായിട്ട് രമ്യതയിൽ എത്തി എന്ന് ഉള്ള ഒരു ചിന്ത നമ്മളിൽ ഉണർത്തി. എന്നാൽ ചൈനയായിട്ടും ഒരു രമ്യതയിൽ പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ആവണം. അതുവരെ മാർക്കറ്റ് ഇങ്ങനെ ജമ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് മാറും. ഇന്ന് പ്ലസ് നാളെ മൈനസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസുകൾ കൃത്യമായിട്ടും ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.